നമ്മുടെ എല്ലാം ഒരു വർഷത്തേക്ക് അതൊരു പിന്നെ വിരാമം വിട്ടുകൊണ്ട് അടുത്ത വിശുദ്ധ ഇങ്ങ് ഓടിയെത്തിയിരിക്കുകയാണ്. നമ്മുടെ അമ്പലമൊക്കെ അതിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു പ്രദേശവാസികളെല്ലാം തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊല്ലകൽ പോരൂർമടം ദേവീക്ഷേത്രം, അതായത് ഞങ്ങളുടെ ഗ്രാമദേവതയാണ് കേട്ടോ കൊല്ലകലമ്മ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളം പഞ്ചായത്തിലാണ് കേട്ടോ. ഇവിടെ എല്ലാ വർഷവും വിഷുവിനാണ് ഉത്സവാഘോഷങ്ങൾ നടക്കാറ്. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വിഷുവും ഓടിയെത്തി. എല്ലാവരും ഓരോരോ ദിവസത്തെ പരിപാടികൾക്കായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആദ്യത്തെ ദിവസം നമുക്ക് താലപ്പൊലി ആയിരുന്നു. ആദ്യത്തെ ദിവസം, അതായത് ഉത്സവം തുടങ്ങുന്ന ദിവസം, ദേശതാലപ്പൊലി എന്ന് പറഞ്ഞൊരു താലപ്പൊലി വരവുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചേച്ചിമാരെല്ലാം താലമൊക്കെ റെഡിയാക്കി നിർത്തിയേക്കുവാണ്. എനിക്ക് പക്ഷേ താലം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് താലം ഒരുക്കി തരാമെന്ന് പറഞ്ഞ ആൾ കാലം മാറിയത് കാരണം ഞാൻ അതിന് ശ്രമിച്ചില്ലായിരുന്നു. എന്തായാലും താലം ഒരാൾ തരുമല്ലോ, അപ്പോൾ പിന്നെ നമ്മളൂടെ മെനക്കെടണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരുക്കിയില്ല. അപ്പോൾ എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ചേച്ചിമാരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോസൊക്കെ പിടിച്ചിങ്ങനെ നിന്ന്. ഉത്സവം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. ഒരു 2-3 മാസം മുമ്പ് തൊട്ടേ ഇതിൻ്റെ വരവ് ഇങ്ങനെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ദേവി പുറത്തെഴുന്നള്ളി പറയൊക്കെ ആയിട്ട് എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജീവതേര് എഴുന്നള്ളത്തും ഒക്കെ ഉണ്ടായിരുന്നു. താലപ്പൊലിയുടെ ആ ഒരു ഭംഗി തന്നെ കണ്ടില്ല. എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് നാടൻ പെൺകുടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ദേവി പുറത്തിറങ്ങി താലപ്പൊലിയൊക്കെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അനുഗ്രഹമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ കുറേ പഴയ അമ്പലമാണ് കേട്ടോ. ഇത് ഒരുമാതിരി കുറച്ച് കാലത്തോളം അതായത് ക്ഷയിച്ച് കിടക്കുന്ന ആ ഒരു സമയം കുറച്ചുണ്ടായിരുന്നു ഇതിന്. പിന്നെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നത്. അതിൽ പ്രധാനിയായിരുന്നു നമ്മുടെ സന്തോഷ് ചേട്ടൻ, രമേശ് ചേട്ടൻ, ജിന്നി അണ്ണൻ, ഇങ്ങനെ കുറേ പേര് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും പേരെടുത്ത് പറയേണ്ടത് ഇവരുടെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കൃഷ്ണൻകുട്ടി ചേട്ടൻ, സന്ദീപ്, ഇവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഇതിൽ. കാരണം ഇവരൊക്കെ ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ്. അവരെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. പക്ഷേ ഒരു സങ്കടം എന്ന് വെച്ചാൽ സന്തോഷ് ചേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. സന്തോഷ് ചേട്ടന് മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും നല്ല ജോലിയൊക്കെ ആയിട്ട് നന്നായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടവർക്കൊക്കെ ഫലം ദേവി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ എല്ലാവരും ഈ ഒരു പ്രദേശത്തെ യുവജനങ്ങളെല്ലാം തന്നെ ഇതോടൊപ്പമാണ്, അമ്പലത്തിനോടൊപ്പം തന്നെയാണ്. അതായത് യുവതലമുറ എല്ലാം തന്നെ നമ്മുടെ ദേവിയോടൊപ്പമാണ്. അവർ ദേവിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഐശ്വര്യങ്ങളും നമ്മുടെ ആ നാടിനും നമ്മുടെ ആ അമ്പലത്തിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊട്ടും മേളമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ എല്ലാ ആഘോഷങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കിടക്കുന്നതേ ഉള്ളൂ. അതായത് 6-ാം തീയതിയാണ് നമുക്ക് തുടങ്ങി. ഇവിടെ കൊടികയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വിഷു നാളിൽ എന്തായാലും 10 ഉത്സവം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും 15-ാം തീയതി വിഷു ആയതുകൊണ്ട് തന്നെ 6-ാം തീയതി മുതൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ കുറേ ദിവസങ്ങളിലൊക്കെ ഭക്തിഗാനമേള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നൃത്യങ്ങൾ കുട്ടികളുടെയൊക്കെ പിന്നെ 2 ദിവസം മെഗാ ഹിറ്റ് ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും നല്ല സന്തോഷത്തോടെ ഉത്സവം ഒരുങ്ങാൻ കാത്തിരിക്കുകയാണ്. ഓരോ വർഷം ഉത്സവം തീരുമ്പോൾ മുതലേ അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇനി വരും വിശേഷങ്ങളൊക്കെ തന്നെ പുറകാലെയുണ്ട്. ഇത് 1-ാമത്തെ ദിവസത്തിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും ദേവിയുടെ ഉത്സവം ഞങ്ങൾ അടിപൊളിയായിട്ട് കൊണ്ടാടുന്നു. ഈ ഉത്സവ ദിവസം ആ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ വിരുന്നുകാരുടെ ബഹളമാണ് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിലും ഭയങ്കര ബഹളമാണ്. എല്ലാവരെയും വിരുന്ന് വിളിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോയി കെട്ടുകാഴ്ചയൊക്കെ കണ്ടു. പിന്നെ വിഷു ദിവസത്തെ അന്നത്തേത് പറയണ്ടല്ലോ, രാവിലെ എല്ലാവരും കൈനീട്ടം. അന്നാണ് മെയിൻ ഉത്സവം കേട്ടോ. വിഷുവിൻ്റെ അന്നത്തെ ദിവസമാണ് നമ്മുടെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത്. രാവിലെ മുതൽ കൈനീട്ടം മുതൽ തുടങ്ങും. വിഷു കൈനീട്ടം കുറേ കൈനീട്ടമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നതാണ് നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത്. അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലേ മുതൽ ഞങ്ങളിങ്ങനെ വിഷു വരാനായിട്ട് നോക്കിയിരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ വിഷു ഉത്സവങ്ങൾ ഇതിൻ്റെ വിശേഷം ഇനിയും ഉണ്ട്. ഞാൻ പിന്നാലെ വരാട്ടോ.